അവതാർ ഫയർ ആൻഡ് ആഷ് ജെയിംസ് ക്യാമറോന്റെ പ്രശസ്തമായിട്ടുള്ള ഫിലിം ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ പടം ഇന്ന് ഈ ഇംഗ്ലീഷ് സയൻസ് ഫിക്ഷൻ ഫാന്റസി സിനിമയെ കുറിച്ചാണ്. സെക്കൻഡ് പാർട്ടിന്റെ തുടർച്ചയായിട്ടാണ് ഇതിന്റെ കഥകൾ നടക്കുന്നത്. നമ്മുടെ ജോർജ് സള്ളിയും കുടുംബവും പുതിയ സ്ഥലത്ത് ഒന്ന് സെറ്റിൽഡ് ആയിട്ടൊക്കെ വരുമ്പോഴേക്കും ആഷ് പീപ്പിൾ എന്ന് പറയുന്ന മറ്റൊരു ട്രൈബിനെ നേരിടേണ്ടി വരുന്നതും ഒപ്പം വേറെയും കുറച്ച് വെല്ലുവിളികൾ അവരുടെ മുമ്പിലേക്ക് വരികയാണ്. അത് ഈ ഫാമിലി എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. ഒരു വൺ ടൈം വാച്ചബിൾ ആവറേജ് ഫിലിം ആയിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. ഈ ഒരു ഫ്രാഞ്ചൈസിലെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഉള്ള ഒരു പടമാണിത് എന്ന് തോന്നി. വളരെ വലിച്ചു നീട്ടിക്കൊണ്ട് പോയ ഒരു പടം എന്ന് പറയാം. ഭയങ്കര ലെങ്ത് ആയിരുന്നു. ഞാൻ ഇന്ന് 2 സിനിമ വെച്ചാണ് കണ്ടത്. 2-3.5 മണിക്കൂർ വെച്ചിട്ട് നീളം ഉണ്ടായിരുന്നു. ഈ പടം ഞാൻ രണ്ടാമതാണ് ഉച്ചകഴിഞ്ഞാണ് കണ്ടത്. സോ എനിക്ക് വല്ലാതെ ഒരു വിരസതയാണ് ഫീൽ ചെയ്തത്. സ്റ്റിൽ ഇത് ഭയങ്കര മോശമെന്നൊന്നും ഞാൻ പറയില്ല. ടെക്നിക്കൽ ആസ്പെക്ട്സിൽ ഈ പടവും വളരെ റിച്ച് തന്നെയാണ്. ഈ ഫ്രാഞ്ചൈസിലെ എല്ലാ പടവും ടെക്നിക്കലി ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്നതിൽ നമുക്ക് സംശയമൊന്നുമില്ല. നമ്മൾ അതുകൊണ്ടാണല്ലോ ഈ പടം ഇങ്ങനെ കണ്ടിരിക്കുന്നത്. പക്ഷെ കഥാപരമായിട്ട് നോക്കുമ്പോൾ ഇനി ഇതിനകത്ത് പുതുതായിട്ടൊന്നും തരാൻ ഇവർക്കില്ല. നമ്മൾ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും ഒക്കെ കണ്ടതിന്റെ കുറച്ച് ആവർത്തനങ്ങളായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും സിറ്റുവേഷൻസും ഒക്കെ തന്നെയാണ് ഇതിലും ഉള്ളത്. പിന്നെ ഈ ഒരു വേൾഡ് കാണാനുള്ള ഒരു കൗതുകമൊക്കെ കൊണ്ട് നമ്മൾ കണ്ടിരിക്കുന്നു എന്ന് മാത്രം. ഈ പാട്ടിലും കുറച്ച് നല്ല ആക്ഷൻ സീക്വൻസുകളൊക്കെ പടത്തിലുണ്ട്. ക്യാരക്ടേഴ്സ് ഒക്കെ നല്ലതാണ്. പക്ഷെ ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ എനിക്ക് അങ്ങനെ ഒരു കഥാപാത്രത്തോടും തോന്നിയില്ല എന്നുള്ളതാണ്. ആകെ ഒരു അല്പം ഒരു വൈകാരിക അടുപ്പം തോന്നിയത് സ്പൈഡർ എന്ന് പറയുന്ന ആ ക്യാരക്ടറിനോടാണ്. പിന്നെ ഇതിലെ മനുഷ്യരെന്ന് നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ലല്ലോ. ഇതിലെ ക്യാരക്ടേഴ്സ്, അതായത് സംസാരിക്കുന്ന ഇതിലെ കഥാപാത്രങ്ങൾ അല്ലാത്ത മറ്റ് ജീവിവർഗങ്ങളോടൊക്കെയാണ് കുറച്ചൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നിയത്. മറ്റേ പൈക്കൻ, ഒരു തിമിംഗലം പോലെ ഉള്ള ജീവിയില്ല, അതൊക്കെ ഈ മനുഷ്യർക്ക് വേണ്ടി ഈ പല ജീവികളും ചാകുമ്പോഴും അവർക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ആയിരുന്നു എനിക്കൊരു ഇമോഷണൽ ഫീൽ ഒക്കെ തോന്നിയത്. അല്ലാതെ തുടക്കത്തിൽ ഇതിലെ നായിക ഒരു ചാകാറാകുന്ന പോലെ ഒരു പരുവൊക്കെ വന്നപ്പോൾ പോലും എനിക്കൊന്നും തോന്നിയില്ല. വിഷ്വൽസ്, 3D ഇഫക്ട്സ് ഒക്കെ മികച്ചതാണ്. സൗണ്ട് ഡിസൈനും നല്ലതാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം എനിക്ക് തോന്നി ജെയിംസ് ക്യാമറൂൺ ഇങ്ങനെ പതിറ്റാണ്ടുകളായിട്ട് പുള്ളിയുടെ പടങ്ങളിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് ആയിട്ടുള്ള BGM ആണോ ഈ സിനിമയിലും ഉപയോഗിച്ചത് എന്ന്. അതുപോലെ തന്നെ സിഗോനി വീവർ ചെയ്തിരിക്കുന്ന കിരി എന്ന ഒരു മകളുടെ കഥാപാത്രത്തിന് ആ ഒരു ക്യാരക്ടർ ചെറുപ്പമാണെങ്കിലും പുള്ളിക്കാരുടെ ആ ഒരു ഒറിജിനൽ ശബ്ദം, ആ പ്രായമായ ശബ്ദം അതേപടി തന്നെ ഉപയോഗിച്ചതായിട്ട് ഫീൽ ചെയ്തു. ഇപ്പോഴാണെങ്കിൽ AI ഒക്കെ ഉപയോഗിച്ച് ശബ്ദത്തിന്റെ പ്രായമൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കാമായിരുന്നല്ലോ. അത് ഇവര് ചെയ്തിട്ടില്ല എന്ന് തോന്നി. പിന്നെ പടത്തിന്റെ ലെങ്ത് വളരെ കൂടുതലാണ്. അത് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ലാഗടിച്ചായിരുന്നു. പടം ഇങ്ങനെ കഴിയോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമയം നോക്കിയിരുന്നു പോയി. പിന്നെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്. ഇമോഷണൽ പോർഷൻസും സംഭാഷണങ്ങളും ഒക്കെ പലപ്പോഴും ഒരു മെഗാ സീരിയലിലൊക്കെ ഉള്ളതുപോലെയാണ് ഫീൽ ചെയ്തത്. സോ ഗംഭീര വിഷ്വലുകളുള്ള ഒരു മെഗാ സീരിയൽ എന്ന് പറഞ്ഞാലും തെറ്റില്ല. ആകെ മൊത്തം ടോട്ടലിൽ ടെക്നിക്കൽ ഒറിജിനസ് കൊണ്ട് ഇവരുടെ ഈ ഒരു വേൾഡിനോടും ക്യാരക്ടേഴ്സിനോടും ഒക്കെ ഉള്ള ഒരു ഇഷ്ടം കൊണ്ട്, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഒരു വൺ ടൈം വാച്ച് ആയിട്ട് തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു സിനിമയാണ്. കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കും. കഥാപരമായിട്ട് ഇതിൽ അങ്ങനെ പുതുമയൊന്നും തന്നെ ഇല്ല. ആവർത്തനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് പേഴ്സണലി ഇതിപ്പം കുറച്ച് മടുപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇനിയും സിനിമകൾ വരുമായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും ഇവിടം കൊണ്ട് നിർത്തുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഫസ്റ്റ് പാർട്ടാണ് ഈ സീരീസിലെ ഏറ്റവും നല്ല സിനിമ. സെക്കൻഡ് പാർട്ട് അത്രയ്ക്കില്ലെങ്കിലും കാലഘട്ടത്തിനനുസരിച്ച് ടെക്നോളജി ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു കണ്ടിരിക്കാനായിട്ട്. പക്ഷെ ഇത് വളരെ വീക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ എന്തായാലും ഇനി ഇതിൽ അടുത്ത സിനിമകളൊക്കെ വരികയാണെങ്കിൽ കാണുകയല്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഫ്രാഞ്ചൈസിന്റെ കാഴ്ച ഇതോടെ നിർത്തുകയാണ്. പടം നിങ്ങൾക്ക് തിയേറ്ററുകളിൽ കാണാം. ഞാൻ കോട്ടയം അനശ്വര തിയേറ്ററിലാണ് കണ്ടത്. 3 മണിക്കൂർ 17 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.